നമസ്കാരം. CCTV വാർത്തയിലേക്ക് സ്വാഗതം. പ്രചാരണത്തിന് ഇന്ന് കലാശക്കൊട്ട്. സംസ്ഥാന രാഷ്ട്രീയത്തെ ആവേശത്തിന്റെ മുൾമുനയിലാക്കിയ നിയമസഭാ തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിന് ഇന്ന് കലാശക്കൊട്ട്. വ്യാഴാഴ്ച കേരളം പോളിംഗ് ബൂത്തിലേക്ക് നീങ്ങും. മുന്നണികൾ തമ്മിലുള്ള ഇഞ്ചോടിഞ്ച് മത്സരത്തിനാണ് കേരളം സാക്ഷ്യം വഹിക്കുന്നത്. ഇന്നത്തെ പകൽ സംസ്ഥാനത്ത് തിരഞ്ഞെടുപ്പ് ആവേശം ഉച്ചസ്ഥായിലെത്തും. രാവിലെ മുതൽ റോഡ് ഷോയും റാലികളുമായി മുന്നണികൾ കളം നിറഞ്ഞു. വൈകിട്ട് മണ്ഡലാടിസ്ഥാനത്തിൽ കലാശക്കൊട്ട് നടക്കും. അനിഷ്ട സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസ് കനത്ത സുരക്ഷാ ക്രമീകരണങ്ങളും ഒരുക്കിയിട്ടുണ്ട്. KP വത്സലൻ രക്തസാക്ഷിത്വ ഫണ്ട് വിവാദം വീണ്ടും ഉന്നയിച്ച് DCC സെക്രട്ടറി CA ഗോപപ്രതാപൻ രംഗത്ത്. കൊല്ലപ്പെട്ട KP വത്സലന്റെ മകൻ തങ്ങളെ സമീപിച്ച വീഡിയോ ഓഡിയോ ക്ലിപ്പുകൾ പുറത്തുവിട്ടാണ് രംഗത്തെത്തിയത്. കഴിഞ്ഞ ദിവസമാണ് പൊതുയോഗത്തിൽ ഗോപപ്രതാപൻ ഫണ്ട് തട്ടിപ്പ് ആരോപണം ഉന്നയിച്ചത്. 75 ലക്ഷം പിരിച്ചുവെന്നും 35 ലക്ഷം മാത്രമാണ് കുടുംബത്തിന് നൽകിയതെന്നും 40 ലക്ഷം അടിച്ചുമാറ്റിയെന്നുമായിരുന്നു ആരോപണം. ഇതേ തുടർന്നാണ് വീണ്ടും വെളിപ്പെടുത്തലുകളുമായി അദ്ദേഹം രംഗത്തെത്തിയത്. ചെരിപ്പുകുത്തികളും തട്ടുകടക്കാരും കടലിനോട് മല്ലടിക്കുന്ന മത്സ്യത്തൊഴിലാളികളും നട്ടുച്ചക്ക് പൊരി വെയിലത്ത് മീൻ കച്ചവടം നടത്തുന്ന മത്സ്യവിതരണ തൊഴിലാളികളെയും ഒക്കെ അവരിൽ നിന്നൊക്കെ ശേഖരിച്ച പണമാണ് KP വത്സലന്റെ ഫണ്ട്. അല്ലാതെ പിണറായി വിജയന്റെ കുടുംബത്തിൽ നിന്ന് കൊണ്ടുവന്ന ഫണ്ടല്ല. നാട് മുഴുവൻ പിരിച്ചുണ്ടാക്കിയ ഫണ്ടാണ്. അതിൽ കോൺഗ്രസുകാരുടെ പണമുണ്ട്, ലീഗുകാരുടെ പണമുണ്ട്. എല്ലാം കൂടി സ്വരൂപിച്ച 75 ലക്ഷം രൂപയിൽ 40 ലക്ഷം രൂപ കണക്കിൽപ്പെടുത്താതെ മാറ്റിവെച്ചു എന്നാണ് നിരഞ്ജൻ ഞങ്ങളോട് പറഞ്ഞത്. UDF ഭരണത്തിലെ ഇരുണ്ടകാലം തിരിച്ചു വരാതിരിക്കുന്നതിനും വികസന സ്ഥിരതയ്ക്കും LDF സർക്കാരിന് തുടർച്ചയുണ്ടാകണമെന്ന് CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം ഡോക്ടർ PK ബിജു പറഞ്ഞു. LDF എളവള്ളി പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് റാലിയും പൊതുസമ്മേളനവും ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. 10 വർഷക്കാലത്തെ വികസനവും അനുബന്ധ നേട്ടങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ LDF തുടരേണ്ടത് ആവശ്യമാണ്. ദീർഘകാലം രാജ്യം ഭരിച്ച കോൺഗ്രസ് ഇന്ത്യയിലെ ഭൂരിഭാഗം സംസ്ഥാനങ്ങളും BJPക്ക് വിറ്റുകഴിഞ്ഞു. വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസുകാർ കൂട്ടത്തോടെ BJPയായി മാറിയതിനു പിന്നിൽ കോടികളുടെ ഒഴുക്കുണ്ട്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ തൃശൂരിലും ഇതുതന്നെയാണ് കണ്ടത്. ബാബറി മസ്ജിദ് തകർക്കാൻ കൂട്ടുനിന്നവരാണ് കോൺഗ്രസ്. മതനിരപേക്ഷതയെ തകർക്കാൻ കോൺഗ്രസ് കൂട്ടുനിന്നു. രാജ്യത്ത് മതനിരപേക്ഷ കക്ഷികളുടെ ശക്തി ചോർത്തിക്കളയാൻ കോൺഗ്രസ് ശ്രമിക്കുന്ന കാഴ്ചയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തെ അന്വേഷണ സംവിധാനങ്ങളെല്ലാം RSSന്റെ കീഴിലാക്കുകയാണ് BJP ഗവൺമെന്റ് ചെയ്യുന്നതെന്നും PK ബിജു പറഞ്ഞു. CPI മണ്ഡലം കമ്മിറ്റി അംഗം TC മോഹനൻ പൊതുസമ്മേളനത്തിൽ അധ്യക്ഷനായി. സ്ഥാനാർത്ഥി പ്രൊഫസർ C രവീന്ദ്രനാഥ്, CPIM ജില്ലാ കമ്മിറ്റി അംഗം ബേബി ജോൺ മാസ്റ്റർ, LDF നേതാക്കളായ NK സുബ്രഹ്മണ്യൻ, PG സുബിദാസ്, ആഷിഖ് വലിയകത്ത്, BR സന്തോഷ്, PA ഷൈൻ, KB വിനോദൻ, ഷാജി കാക്കശ്ശേരി, CK രമേശ്, PL ഡൊമിനി, VC വിൻസെന്റ്, എളവള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് KU സരിത എന്നിവർ സംസാരിച്ചു. എളവള്ളി മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എളവള്ളി പാറയിൽ നിന്നും ചിറ്റാട്ടുകര മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പോൾ മാസ്റ്റർ പടിയിൽ നിന്നും ആരംഭിച്ച റാലികൾ ചിറ്റാട്ടുകരയിൽ കിഴക്കേത്തലയിൽ സമാപിച്ചു. എരുമപ്പെട്ടി നെല്ലുവായിൽ UDF കുന്നംകുളം നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ പ്രചരണ സാമഗ്രികൾ നശിപ്പിച്ചതായി പരാതി. മുണ്ടൻകോട് ഉന്നതി പരിസരത്താണ് ഫോട്ടോ പതിച്ച ഫ്ലക്സുകളും ചട്ടകളും വ്യാപകമായി നശിപ്പിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം രാത്രിയിലാണ് സാമൂഹ്യവിരുദ്ധർ ഫ്ലക്സ് ബോർഡുകളും ചട്ടകളും നശിപ്പിച്ചിരിക്കുന്നത്. ബൂത്ത് പ്രസിഡന്റ് CK നാരായണൻ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് അജു നെല്ലുവായി എന്നിവരുടെ നേതൃത്വത്തിൽ എരുമപ്പെട്ടി പോലീസിൽ പരാതി നൽകി. നിയമസഭാ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ചാലിശ്ശേരി മെയിൻ റോഡ് സെന്ററിൽ കർണാടക സ്റ്റേറ്റ് റിസർവ് ഫോഴ്സും കേരള പോലീസും സംയുക്തമായി റൂട്ട് മാർച്ച് നടത്തി. സുരക്ഷാ ക്രമീകരണങ്ങളുടെ ഭാഗമായാണ് റൂട്ട് മാർച്ച് സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് ചാലിശ്ശേരി പോലീസ് സ്റ്റേഷൻ സബ് ഇൻസ്പെക്ടർമാരായ ബാബു ജോർജ്, T അരവിന്ദാക്ഷൻ, ജ്യോതി പ്രകാശ്, കർണാടക സ്റ്റേറ്റ് സബ് ഇൻസ്പെക്ടർ HN ദിനേശ് എന്നിവരുടെ നേതൃത്വത്തിൽ ഏകദേശം 55ഓളം പോലീസ് സേനാംഗങ്ങൾ റൂട്ട് മാർച്ചിൽ പങ്കെടുത്തു. കൂടാതെ സുരക്ഷയുടെ ഭാഗമായി പോലീസിന്റെ നേതൃത്വത്തിൽ ആറങ്ങോട്ടുകര, കറുകപുത്തൂർ, കൂറ്റനാട്, ചാലിശ്ശേരി, കാഞ്ഞിരത്താണി എന്നിവിടങ്ങളിൽ പ്രത്യേക ഡ്രോൺ പരിശോധനയും നടത്തി.
കുന്നംകുളം നിയോജകമണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം പെരുമ്പിലാവിൽ പ്രശസ്ത ഗായകൻ സലീം കോടത്തൂർ നടത്തിയ ഗാനമേള ശ്രദ്ധേയമായി. UDYFന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച വൈകിട്ട് 7:30 പെരുമ്പിലാവ് ജംഗ്ഷനിൽ സംഘടിപ്പിച്ച ഗാനവിരുന്ന് സലീം കോടത്തൂർ ഉദ്ഘാടനം ചെയ്തു. മതസൗഹാർദ്ദ സന്ദേശഗാനങ്ങളോടെ ആരംഭിച്ച ഗാനവിരുന്നിൽ പ്രചരണത്തിന്റെ ഭാഗമായുള്ള തിരഞ്ഞെടുപ്പ് ഗാനങ്ങൾ ഉൾപ്പെടെ മലയാള ഹിന്ദി സിനിമാ ഗാനങ്ങളും ആൽബം ഗാനങ്ങളും അരങ്ങേറി. ഗാനവിരുന്നിന്റെ സമാപനത്തോടെ സ്ഥാനാർത്ഥി എത്തി വോട്ടർമാരോട് വോട്ടഭ്യർത്ഥിച്ചു. ജനപ്രതിനിധികളും നേതാക്കളും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേരാണ് പരിപാടിയിൽ പങ്കെടുത്തത്. പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കി ഗർഭഛിദ്രം നടത്തിച്ച കേസിൽ അണ്ടത്തോട് സ്വദേശിയായ യുവാവിന് 32 വർഷം കഠിന തടവും 1.5 ലക്ഷം രൂപ പിഴയും ശിക്ഷ. അണ്ടത്തോട് പടിഞ്ഞാറയിൽ വീട്ടിൽ ഷുഹൈബ് അക്തറിനെയാണ് ചാവക്കാട് ഫാസ്റ്റ് ട്രാക്ക് സ്പെഷ്യൽ കോടതി കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷിച്ചത്. പിഴ അടയ്ക്കാത്ത പക്ഷം 9 മാസം കൂടി അധിക തടവ് അനുഭവിക്കണം. വിവരമറിഞ്ഞിട്ടും റിപ്പോർട്ട് ചെയ്യാത്തതിനും ഗർഭഛിദ്രം നടത്തിച്ചതിനും രണ്ടാം പ്രതി അണ്ടത്തോട് പടിഞ്ഞാറയിൽ സുഫിദയെ 5.5 വർഷം കഠിന തടവിനും 60,000 രൂപ പിഴയൊടുക്കാനും ശിക്ഷ വിധിച്ചു. മൂന്നാം പ്രതി പടിഞ്ഞാറയിൽ റഹ്മത്തിന് 3.5 വർഷം കഠിന തടവും 60,000 രൂപ പിഴയും വിധിച്ചു. 2020 സെപ്റ്റംബർ മുതൽ 1 വർഷ കാലയളവിലാണ് കേസിനാസ്പദമായ സംഭവം നടന്നത്. പിഴത്തുക അടയ്ക്കുന്ന പക്ഷം അതിജീവിതയ്ക്ക് നൽകാനും ഉത്തരവായി. കുന്നംകുളം പോലീസ് അന്വേഷണം പൂർത്തീകരിച്ച് കുറ്റപത്രം സമർപ്പിച്ച കേസിലാണ് വിധി. പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സിജു മുട്ടത്ത്, അഡ്വക്കേറ്റ് സി നിഷ എന്നിവർ ഹാജരായി. ലൈസൺ ഓഫീസർ CPO A പ്രസീത കോടതിയിൽ പ്രോസിക്യൂഷൻ നടപടികൾ ഏകോപിപ്പിച്ചു. കുന്നംകുളം മണ്ഡലം UDF സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ പ്രചാരണത്തിന്റെ ഭാഗമായി കടങ്ങോട് മണ്ഡലം പൊതുയോഗം സംഘടിപ്പിച്ചു. തെരഞ്ഞെടുപ്പ് റാലിയുടെ ഭാഗമായി പന്നിത്തടത്ത് നടന്ന പൊതുയോഗം യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ വൈസ് പ്രസിഡന്റ് ഇഫ്തിഖാറുദ്ദീൻ ഉദ്ഘാടനം ചെയ്തു. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ചെയർമാൻ VK രഘുസ്വാമി അധ്യക്ഷനായി. വർക്കിംഗ് ചെയർമാൻ ഷറഫു പന്നിത്തടം, സജീവ് ചാത്തനാത്ത്, UDF നേതാക്കളായ ഗഫൂർ കടങ്ങോട്, KC ഹംസ, ഷൈനി തമ്പി, PC ഗോപാലകൃഷ്ണൻ, MS ബഷീർ, രഞ്ജു താരു തുടങ്ങിയവർ സംസാരിച്ചു. തുടർഭരണം സുനിശ്ചിതം എന്ന മുദ്രാവാക്യവുമായി LDF കാട്ടകമ്പാൽ പഞ്ചായത്ത് കമ്മിറ്റി തിരഞ്ഞെടുപ്പ് റാലിയും പൊതുയോഗവും നടത്തി. കാട്ടകമ്പാൽ പഴഞ്ഞി കമ്മിറ്റികളിൽ നിന്നും ആരംഭിച്ച റാലി സമന്വയിച്ച് ചിറക്കൽ സെന്ററിൽ സമാപിച്ചു. തുടർന്ന് നടന്ന തിരഞ്ഞെടുപ്പ് പൊതുയോഗം NCP സംസ്ഥാന വർക്കിംഗ് കമ്മിറ്റി പ്രസിഡന്റ് PK രാജൻ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ 10 വർഷം കൊണ്ട് ഇടതുമുന്നണി കുന്നംകുളം മണ്ഡലത്തിലും സംസ്ഥാനത്തും വരുത്തിയ മാറ്റവും പുരോഗതിയും തുടരുക തന്നെ ചെയ്യുമെന്ന് രാജൻ പറഞ്ഞു. CPI മണ്ഡലം സെക്രട്ടറി PK രവീന്ദ്രൻ യോഗത്തിന് അധ്യക്ഷത വഹിച്ചു. സ്ഥാനാർത്ഥി AC മൊയ്തീൻ യോഗത്തെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. CPM ജില്ലാ കമ്മിറ്റി അംഗം KD ബാഹുലയൻ മാസ്റ്റർ, ഏരിയ കമ്മിറ്റി അംഗങ്ങളായ TC ചെറിയാൻ, NK ഹരിദാസൻ, CPI ജില്ലാ കമ്മിറ്റി അംഗം KT ഷാജൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ VK ബാബുരാജ്, KR ബിനോഷ്, NCP നേതാവ് PC സണ്ണി എന്നിവർ സംസാരിച്ചു. വിഷുക്കാലം എത്തി. വേലൂരിൽ കണിവെള്ളരിയും വിളഞ്ഞു. കണ്ണുകൾക്കും മനസ്സിലും കുളിരേകുന്ന വിഷുക്കണിക്കായി കണിവെള്ളരിയും വേനൽക്കാല പച്ചക്കറി കൃഷിയും ഒരുക്കുകയാണ് വേലൂർ തണ്ടിലം മച്ചിങ്ങൽ ദിലീപ് കുമാറും കുടുംബവും. തണ്ടിലം പാടശേഖരത്തിലെ 2 ഏക്കർ സ്ഥലത്താണ് വിഷുവിനായി കൃഷി ഇറക്കിയിരിക്കുന്നത്. വിഷുക്കണിക്കായി സ്വർണ്ണ നിറമുള്ളതും അധികം വലുപ്പമില്ലാത്തതുമായ നാടൻ വയനാടൻ വെള്ളരിയാണ് കൃഷിയിലെ മുഖ്യതാരം. കുമ്പളം, അമ്പിളി എന്ന മത്തൻ, കിരൺ തണ്ണിമത്തൻ, കുറ്റിപ്പയർ, സ്നോവൈറ്റ് കുക്കുംബർ തുടങ്ങിയവയും തോട്ടത്തിലുണ്ട്. പന്നിയുടെ ശല്യമുള്ള സ്ഥലമായതിനാലും പഞ്ചായത്ത് സബ്സിഡി ഇല്ലാത്തതും കൃഷി നഷ്ടത്തിലാകുമെന്ന ഭീതിയിലാണ് ആരംഭിച്ചത്. ഡിഗ്രി വിദ്യാർത്ഥിയും യുവ കർഷകനുമായ മകൻ അശ്വത്തിന്റെ നിർബന്ധവും കൃഷി ചെയ്യാൻ കാരണമായി. ജൈവ കൃഷി രീതിയാണ് അവലംബിച്ചത്. കോഴിക്കാഷ്ടവും ചാണകപ്പൊടിയുമാണ് പ്രധാന വളങ്ങൾ. 700 കിലോയോളം വെള്ളരി ആദ്യം വിളവെടുത്തു. കാർഷിക മേഖലയിൽ വിവിധ പുരസ്കാരങ്ങൾ നേടിയ ദിലീപ് കുമാറിനെ ഭാര്യ വേലൂർ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഷെർലി ദിലീപ് കുമാറും മകൻ അശ്വത്തും കൃഷിയിൽ ഊർജമായി മാറുകയാണ്. 3000 വിവിധ വാഴകൾ, ഇഞ്ചി, പൊടിക്കിഴങ്ങ്, മഞ്ഞൾ, കൂവ എന്നിവയും കൃഷി ചെയ്യുന്നുണ്ട്. UDF കുന്നംകുളം നിയോജകമണ്ഡലം സ്ഥാനാർത്ഥി PT അജയ് മോഹന്റെ തിരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം എരുമപ്പെട്ടി കരിയന്നൂരിൽ കുടുംബസംഗമം നടത്തി. UDF നിയോജകമണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. ബൂത്ത് പ്രസിഡന്റ് വർഗീസ് തിപ്പല്ലൂർ അധ്യക്ഷനായി. MM നിഷാദ്, KR രാധിക, സെഫീന അസീസ്, യദുകൃഷ്ണൻ തിപ്പല്ലൂർ,
വിനോദ് മലപ്പുറം, മോഹനൻ കരിയന്നൂർ, റഷീദ് എന്നിവർ സംസാരിച്ചു. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. സ്വർണം ഗ്രാമിന് 13,735 രൂപ, സ്വർണം പവന് 1,98,80 രൂപ. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിച്ചത് മലായ ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, മലായ ജംഗ്ഷൻ, കുന്നംകുളം. വെള്ളി ഗ്രാമിന് 250 രൂപ. ചരമം: എളവള്ളി പറക്കാട് വട്ടംപറമ്പിൽ ശ്രീധരൻ മകൻ രവീന്ദ്രൻ നിര്യാതനായി. 64 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. സുജാത ഭാര്യയാണ്. ദേവിക, ദേവീചന്ദന എന്നിവർ മക്കളാണ്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.